ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകി പറയുകയാണ് അനാമികയോട്, മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ വീട്ടില് ഞങ്ങൾ മരുമകളായിട്ട് കണ്ടിരിക്കുന്നത് മോളാണ് ഇനി ഈ വീട്ടിലെ മരുമകളായിട്ടല്ല മകളായിട്ടാ കണ്ടിരിക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, ദേ ആ നയന എന്ന് പറയുന്ന അവളുടെ അമ്മായിയമ്മയില്ലേ, എൻ്റെ ഏടത്തിയും അവളെ അല്ല മരുമകളായിട്ട് കണ്ടിരിക്കുന്നത്, മോളെയാ മരുമകളായിട്ട് കണ്ടിരിക്കുന്നത്. അവൾ മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തു വെച്ച് താലിയൊക്കെ അഴിഞ്ഞു വീഴുമ്പോഴേക്കും ഇവിടെയുള്ള എല്ലാവർക്കും പേടിയാവുമല്ലോ. അങ്ങനെ നിങ്ങളുടെ ബന്ധം തകർക്കാൻ വേണ്ടിയാ ദേ അവള് കളി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. മോള് അതനുസരിച്ച് അവളുടെ മുന്നിൽ ഇനി നിൽക്കണം, അതനുസരിച്ച് അവളോട് മോള് പെരുമാറാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാനകി ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ജലജ മനസ്സിൽ വിചാരിക്കുക, മിക്കവാറും വീട്ടിനകത്ത് കൂട്ടത്തല്ലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഉണ്ടാകട്ടെ, എല്ലാം തമ്മി തല്ലി ചാകട്ടെ, അതാണല്ലോ എനിക്ക് വേണ്ടത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശിനെയും അതുപോലെ ജയനെയാണ്. അങ്ങനെ ജയൻ പറയാണ്, അല്ല അനാമിക മോൾക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ജ്വല്ലറിയിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടുപേരെയും കൂടെ ജ്വല്ലറിയിലേക്ക് വിടുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകും. നിനക്ക് അമ്മയ്ക്കൊപ്പവും നിൽക്കണം, ഭാര്യയ്ക്കൊപ്പവും നിൽക്കണം, അത് നീ മനസ്സിലാക്കിക്കോ. അത് ശരിയാ, ദേ നേരത്തെ ആദർശിന് അമ്മയ്ക്കൊപ്പം നിന്നാ മതിയായിരുന്നു, ഇപ്പൊ ഭാര്യനെ സ്നേഹിച്ച് തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഭാര്യയ്ക്കൊപ്പം നിൽക്കണം. അപ്പം നമ്മുടെ ആദർശ് പറഞ്ഞു, എങ്ങനെ സ്നേഹിക്കാതിരിക്കും, നയന് ഒരു തെറ്റും ചെയ്യുന്നില്ല, എൻ്റെ ഭാര്യ സ്ട്രെയിറ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറെ നാളായി. അപ്പൊ സ്ട്രെയിറ്റ് അല്ലാത്തത് നിന്റെ അമ്മയാണല്ലേ എന്നിങ്ങനെ ജയൻ ചോദിച്ചു. അത് പിന്നെ അമ്മ സ്ട്രെയിറ്റ് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ദേവയാനിയും ജാനകിയും വന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജയൻ പറഞ്ഞു, ദേ നിന്റെ സ്ട്രെയിറ്റ് അല്ലാത്ത അമ്മ വരുന്നുണ്ടെന്ന്. അപ്പോഴേക്കും അനിയുടെ അമ്മ പറഞ്ഞു, ദേ സ്ട്രെയിറ്റ് ആയിട്ട് പോയ എൻ്റെ ഭാര്യയും ഇപ്പം ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട്, ഇനി ആ വളവ് കൂടും, വീടിനകത്ത് 2 ചേരി ഉണ്ടാകും എന്നർത്ഥം. അവിടെയാണ് നമ്മൾ ആണുങ്ങൾ കിടന്ന് നട്ടം തിരിയാൻ പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി വന്നിട്ട്, എടാ അവള് വന്നൊരു കള്ളം പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോയത് നിങ്ങൾ അനിയത്തിനെ കാണാൻ ഹോസ്പിറ്റലിലേക്കാണെന്ന്. അത് കള്ളമല്ലമ്മേ, അത് സത്യമാ. അത് സത്യമാണെന്നോ? എന്തിനാ ഇപ്പൊ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്? എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നീ ഇവിടെ നിൽക്കേണ്ടതല്ലായിരുന്നു ആദർശേ. എന്നിട്ട് നീ എന്തിനാ അവളുടെ കൂടെ പോയി? അവക്കെന്താ അവളുടെ അച്ഛനെ അമ്മേനെയും വിളിച്ചോണ്ട് പോയാൽ പോരായിരുന്നു അവളുടെ അനിയത്തിനെ കാണാന്? എന്താ ദേവയാനി നീ അവനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവന്റെ ഭാര്യയുടെ അനിയത്തിയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പൊ പിന്നെ അവള് വിഷമിച്ച് പോകുമ്പം അവക്കൊപ്പം ഇവനല്ലാതെ പിന്നെ വേറെ ആരാ പോകേണ്ടത്? അച്ഛനും അമ്മേനേക്കാളും പോയത് ഇവൻ തന്നെയാ നല്ലത്. അപ്പോഴേക്ക് ചെറിയച്ഛൻ പറഞ്ഞു, അത് ശരിയാ. എന്ത് ശരിയെന്നായി പറയുന്നത്? പോകുന്നതിന് മുമ്പ് എല്ലാരും കണ്ടതല്ലേ അവള് കാണിച്ചത്? അല്ല, അവള് എന്ത് കാണിച്ചെന്നാ പറയുന്നത്? അവക്ക് ഈ തുടക്കം മുതൽ ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇഷ്ടമല്ലായിരുന്നെങ്കിലേ അമ്മേ ഇന്ന് അനിയുടെ കല്യാണം നടക്കില്ലായിരുന്നു. പിന്നെ എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ദേ അനാമിക മോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാ, അതുകൊണ്ട് ആ ബന്ധം ഉറപ്പായിട്ടും നടന്നേനെ. അതെ, അമ്മയോടും ഇളയമ്മയോടും തർക്കിക്കാൻ ഞാനില്ല. തർക്കിക്കാൻ നിനക്ക് പറ്റില്ല ആദർശേ. നീ ഇപ്പൊ ജലജ പറയുന്നത് പോലെ ഏടത്തി പറയുന്ന അനുസരിക്കുന്ന ഒരു മോനല്ല. ഇപ്പൊ വീടിനെ മുടിക്കാന് ഒരുത്തി അവിടെ കയറി വന്നിട്ടുണ്ടല്ലോ, ആ വാക്കുകൾക്കാ നീ ഇപ്പം വില കൽപ്പിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അനിയുടെ അച്ഛൻ പറഞ്ഞു, ഓഹോ ജാനകി, ഏടത്തിയുടെ ബാധ നിനക്ക് കൂടിയോ? അതെ, അനന്തപുരി തറവാട്ടിൽ കുറെ ആണുങ്ങളുണ്ട്, ഒരാൾക്ക് പോലും തലയ്ക്കടുത്ത് വെട്ടവും വെളിച്ചവും ഇല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം ഹോസ്പിറ്റലിൽ കിടങ്ങുന്ന എന്റെ അച്ഛനും വെളിവില്ലെന്നല്ലേ? ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. നയനയുടെ ആ ഒരു തലവെട്ടം കണ്ട ഉടനെ തന്നെ അച്ഛന്റെ ചിന്താഗതിക്കും മാറ്റം വന്നു. ദേ അവളെ അനുകൂലിക്കുന്നത് കൊണ്ടാ അച്ഛന് പോലും ഈ അവസ്ഥ ഉണ്ടായത്. ദേ ദേവയാനി, നീ ഇങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ കുടുംബ ഭദ്രതയ്ക്ക് നയനെ അവിടെ വേണമെന്ന് അറിയാം അച്ഛന്, അതുകൊണ്ടാ അച്ഛൻ നയനയോട് സ്നേഹത്തോടെ പെരുമാറുന്നത്. നയനയുടെ നന്മയ്ക്ക് വേണ്ടി അച്ഛൻ എന്തെങ്കിലും പറയാറും പ്രവർത്തിക്കാറും ഒക്കെ ഉള്ളൂ. പിന്നെ പുതിയൊരു പെൺകുട്ടി വീട്ടിൽ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ എന്തിനാ ദേവയാനി നീ യുദ്ധത്തിന് തുടക്കം ഇടുന്നത്? അതിന്റെ കാര്യം നിനക്കുണ്ടോ? യുദ്ധത്തിന് തുടക്കം ഇട്ടല്ലോ, താലികെട്ടിന്റെ സമയത്ത് തന്നെ. പുന്നാര മരുമകള്, ഞാനല്ല തുടക്കം ഇട്ടത്. ദേ എന്റെ പൊന്നു ചെയ്യാൻ നിനക്കറിയാലോ, ആദർശിന്റെ അസുഖങ്ങൾ കാരണം തന്നെ രണ്ടാമതൊരു കുട്ടിയെ ഇവിടെ വേണ്ടാന്ന് വെച്ചത് അറിയാലോ. അതുകൊണ്ടാണ് ആദർശിനെ പൊന്നു പോലെ ഞങ്ങൾ നോക്കിയതും. ആ സമയത്ത് ഞാൻ പറയായിരുന്നു ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെന്ന്. എന്നാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെയാ മകളെപ്പോലെയുള്ള ഒരു മരുമകളെ എനിക്ക് കൊണ്ടുതന്നത്.
എൻ്റെ മകളാ സത്യത്തില് നയന, എൻ്റെ മരുമകളല്ല. പിന്നെ അവളുടെ മഹത്വം ഇതുവരെ എൻ്റെ ഭാര്യ തിരിച്ചറിഞ്ഞിട്ടില്ല. അവൾ എനിക്ക് മകളല്ല, മാരണം, ഒന്നാം തരം നല്ല മാരണം. ദേ ചേട്ടാ, ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കരുത്. ഇപ്പൊ കയറി വരാൻ പോകുന്ന അനാമിക മോള എൻ്റെ മകളും മരുമകളും ഒക്കെ. അവളെ ഞാൻ അങ്ങനെ കാണാൻ പോകുന്നത്. അത് ഞാൻ 100 തവണ പറഞ്ഞല്ലോ. ഏട്ടത്തി അങ്ങനെ പറഞ്ഞാലോ അത് സത്യമല്ലല്ലോ ഏടത്തി എന്ന് നമ്മുടെ അനിയുടെ അച്ഛൻ പറഞ്ഞു. അപ്പം ജാനകി പറഞ്ഞു, ഏടത്തി വെറുത്തപ്പോഴും നയനെ കൈവെള്ളയിൽ കൊണ്ട് നടന്നവളാ ഞാന്. പക്ഷെ അവളാള് ശരിയല്ലെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ദേ കേട്ടല്ലോ പറഞ്ഞത്. ജാനകിക്ക് വരെ ഈ അഭിപ്രായമാ. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ നന്നായിട്ട് തിരിച്ചറിയാം. നിങ്ങൾ ആണുങ്ങളാ മണ്ടന്മാരും പൊട്ടന്മാരും ഒക്കെ. തിരിച്ചറിയാൻ പറ്റില്ല. ആര് പറ്റിച്ചാലും അത് തിരിച്ചറിയാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനിയും ജാനകി അങ്ങ് പോയി കേട്ടോ. ആദർശും നമ്മുടെ ജയനും അനിയുടെ അച്ഛനൊക്കെ ആകെ വട്ടം ചുറ്റി നിൽക്കുക. അങ്ങനെ അനിയുടെ അച്ഛൻ പറഞ്ഞു, ദേ നയനമോളെ നീ വീണ്ടും വെറുക്കരുത് കേട്ടോ ആദർശേ. ഇല്ലില്ല, എന്റെ വെറുപ്പ് കല്യാണത്തിന് മുന്നേ തുടങ്ങിയതല്ലായിരുന്നു. പക്ഷെ ഇപ്പം അവളോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. ആരിനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ വെറുക്കാനും സാധിക്കില്ല. സത്യം പറഞ്ഞാൽ നയന നമ്മുടെ തറവാട്ടിലേക്ക് വന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാ ഞാനും ഇപ്പൊ കാണുന്നത്. അത് മോനേതായാലും മനസ്സിലായല്ലോ. അതുകൊണ്ട് ആര് വന്നാലും പോയാലും നീ നിന്റെ ഭാര്യയെ ചേർത്ത് നിർത്തിക്കണം, ചേർത്തങ്ങ് പിടിച്ചോണം. അതാ നല്ലത്. നിന്റെ അമ്മയുടെ കാര്യം നോക്കാൻ ദേ ഞാനുണ്ട്. അപ്പം നീ നിന്റെ ഭാര്യയുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ടേക്ക് പോയാൽ മതി. വേറെ ആരുടെയും കാര്യം നോക്കണ്ട. ദേ അമ്മയുടെ കാര്യം പോലും നീ നോക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ജയൻ ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ജയന്റെ ഈ ചിരിയും പറച്ചിലൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ആദർശിന് കുറച്ച് ആശ്വാസമായി. അപ്പോഴേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വാമി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആദർശ് ചോദിക്കുക, അല്ല സ്വാമി പോകാൻ തുടങ്ങുവാണോ? അതെ അല്ല മുത്തശ്ശി എൻ്റെ അടുത്ത് വന്നിരുന്നു അനിയുടെ ആ പെൺകുട്ടിയുടെ ജാതകമായിട്ട്. അതിനുശേഷം ഇന്നലെയാ ഞാനൊരു യാത്ര കഴിഞ്ഞൊക്കെ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഈ കല്യാണത്തിന്റെ കാര്യം അങ്ങ് മറന്നു പോയെന്നുള്ളതാ വാസ്തവം. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചപ്പം അയാൾ ആര് പറഞ്ഞത് അനന്തപുരിയിലെ പയ്യന്റെ കല്യാണമാണ് ഇന്നെന്ന്. അത് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി മോനെ. അന്ന് മുത്തശ്ശിയോട് കാരണം സഹിതം ഞാൻ എല്ലാം പറഞ്ഞപ്പം ഈ കല്യാണം ഉപേക്ഷിച്ച് കാണുന്ന ഞാൻ കരുതിയത്. അല്ല സ്വാമി എന്താ അങ്ങനെ പറഞ്ഞത്? മോന്റെ അനിയന്റെ പെൺകുട്ടിയുടെ ജാതകപ്രകാരം അവരൊരിക്കലും ഒന്നിക്കാൻ പാടില്ല. ഒന്നിച്ചു കഴിഞ്ഞാലും ഒരിക്കലും അവർക്ക് സ്വസ്ഥതയോ സമാധാനമോ കിട്ടാൻ പോകുന്നില്ല. അധികം താമസിക്കാതെ തന്നെ അവര് വേർപിരിയുകയും ചെയ്യും. അതൊക്കെ ഞാനന്ന് പറഞ്ഞതാണ്. മോന്റെ അനിയന് 2 വിവാഹം ജാതകപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അത് ദോഷമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പം അതേ ദോഷമുള്ളൊരു ജാതകക്കാരിയായിട്ട് വേണമായിരുന്നു ഒന്നിപ്പിക്കാന്. ഇതിപ്പം വേറൊരു ജാതകക്കാരിയായിട്ടാണ് ഒന്നിപ്പിക്കുന്നത്. വേർപിരിയൽ എന്ന് പറയുമ്പം അതെങ്ങനെ വേണമെങ്കിലും ആകാം. അതിപ്പോ പറയാൻ പറ്റില്ല. ചിലപ്പം മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. ഇപ്പൊ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു പോയില്ലേ. അല്ല സ്വാമി, ഇതിന് പരിഹാരമൊന്നുമില്ലേ? ഇവിടെ വാഴക്കല്യാണം നടത്തിയത് പറഞ്ഞല്ലോ, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അങ്ങനെ ഒരു പരിഹാരം ചെയ്തിരുന്നു. അമ്പലത്തിലെ പൂജാരിനെ കണ്ടപ്പം ഞാന് ശരിക്ക് പറയുകയും ചെയ്തിരുന്നു. എന്തിനയാള് ആ ഒരു തെറ്റായ അഭിപ്രായം പറഞ്ഞതും ആ ഒരു ഉപദേശം കൊടുത്തതൊന്നും ഒന്നും എനിക്കറിയില്ല. ഏതായാലും ആ ഒരു വാഴക്കല്യാണം ഇതിന് ശാശ്വതമല്ല. ഒരു പൊരുത്തവും നോക്കാതെയാണ് മോൻ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷെ ആ മുഹൂർത്തം രാജകീയ സമയമായിരുന്നു. അതുകൊണ്ടെന്താ, പിന്നീട് നിങ്ങളുടെ ജാതകം നോക്കിയപ്പം അതും ഉത്തമമായിരുന്നു, അതിനും പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നേരെ തിരിച്ച. ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ മോന്റെ അനിയന് സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ പോകുന്നില്ല. അല്ല സ്വാമി, എല്ലാത്തിനും പുറമെയല്ലേ മനപ്പൊരുത്തം. 100% അതൊക്കെ ശരിയാണ്. പക്ഷെ മനപ്പൊരുത്തം ഉണ്ടാകണമെങ്കിൽ രാശിപ്പൊരുത്തം വേണം. ഇതിലൊട്ടുമില്ല തീരെ. പിന്നെ എങ്ങനെ പൊരുത്തം ഉണ്ടാകാന്? കുറച്ച് നാളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകും. അത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് മാറും. രണ്ടും 2 വഴിക്കാകും. ഞാൻ മോന്റെ മുത്തശ്ശിയോട് പറഞ്ഞത് മോന്റെ മുത്തശ്ശനെ അറിയിക്കാതിരുന്നാണ് അതിനൊക്കെ കാരണം. അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കല്യാണം നടത്തത്തില്ലായിരുന്നു, സമ്മതിക്കില്ലായിരുന്നു. അല്ല, ഈ കഴിഞ്ഞ ദിവസം കൂടി കല്യാണം മുടങ്ങാനുള്ള സാധ്യത ഉണ്ടായതാ. എന്നിട്ടും അത് നടക്കുകയായിരുന്നു. അല്ല, മോന്റെ അനിയന് ആരോടെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ? അത് പിന്നെ സ്വാമി എന്താ അങ്ങനെ ചോദിച്ചത്? വേറൊന്നും കൊണ്ടല്ല ചോദിച്ചത്. അങ്ങനെ ഒരു ശക്തമായ പ്രണയം ജാതകം സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രണയം ആ പയ്യനുണ്ട്. ഇനിയിപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അനി പ്രണയിച്ച പെണ്ണിനെ ചിലപ്പോൾ കെട്ടേണ്ടി വരും. അതായിരിക്കാം നടക്കാൻ പോകുന്നത്. അതായിരിക്കാം ചിലപ്പം ദോഷങ്ങൾ തീരാന് ഇടയ്ക്കൊരാൾ കയറി വന്നതും ഈ ഒരു വിവാഹം നടന്നതും ഒക്കെ. ശരി മോനെ എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു ശാന്തി അങ്ങ് പോവുകയാണ് കേട്ടോ. ശാന്തി എന്ന് പറഞ്ഞാൽ ആ ഒരു ജോത്സ്യൻ അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേറെ ആരല്ല കേട്ടോ, നമ്മുടെ അനീനെയാണ്. അനി അവിടെ ഇവിടെയും പതറി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. നമ്മുടെ നന്ദു അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ നന്ദുവിനെ കാണുന്നില്ല.
അപ്പൊ ആദർശം വന്നിട്ട് നീ എന്താ ഏടാ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? അത് പിന്നെ നന്ദുവിനെ കാണുന്നില്ലല്ലോ ഏട്ടാ. നന്ദു എവിടെയുണ്ടെന്നൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം നീ ഇപ്പൊ അന്വേഷിക്കേണ്ടത് അനാമികേനെയാ. ദേ എന്റെ പൊന്നേട്ടാ, എനിക്ക് നന്ദു എവിടെയെന്ന് അറിയണം. അല്ല, നന്ദു ഈ വിവാഹത്തിന് വന്നില്ലേ? എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അവക്ക് കണ്ടു നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നോട് ഇഷ്ടമാണെന്ന് അവക്ക് നേരത്തെ പറയായിരുന്നു. ശോ എടാ അനി, നിന്റെ വിവാഹം കഴിഞ്ഞു, അത് നീ മനസ്സിലാക്കുക. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്? ദേ പുരോഹിതൻ പറഞ്ഞതുപോലെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. എന്റെ ജീവിതം തീർന്നേട്ടാ, ഇനി എന്ത് ജീവിതം? എന്താടാ മോനെ നീ പറയുന്നത്? നിന്റെ ജീവിതം തുടങ്ങുക, ഇവിടെ തുടങ്ങുക, അങ്ങനെ നീ വിചാരിക്കുക. നിനക്ക് സപ്പോർട്ടായിട്ട് എന്ന് നിന്റെ കൂടെ ഞാനുണ്ട്. അതുമാത്രമല്ല, കല്യാണം കഴിഞ്ഞാൽ നിന്നെ 3 ബ്രാഞ്ചാണ് ഏൽപ്പിക്കുന്നത്. പിന്നെ നിനക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല, ഒന്ന് ചിന്തിക്കാൻ കൂടിയുള്ള സമയമില്ല നിനക്ക്. പിന്നെ ഓഫീസിലേക്ക് പോകുമ്പം അനാമികയും കൂടെ കൊണ്ടുപോകോ, അനാമികനെയും കൂടെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ 2 ഏടത്തിമാര് വീട്ടിലുള്ളതുപോലെ അവൾ അവിടെ നിന്നാൽ മതി. എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ മോനെ. കല്യാണ സമയത്തെ നിമിത്തം കണ്ടില്ലേ ഏട്ടൻ, താലിയാണ് താഴെ വീണത്. ഇന്നേ വരെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നന്നായിട്ട് മുറുക്കി കെട്ടിയ താലിയാ. അതെങ്ങനെയാ വീണതെന്ന് എനിക്കറിയില്ല ഏട്ടാ. അതെങ്ങനെയായിരിക്കും വീണിട്ടുണ്ടാവുക? അത് പിന്നെ നയനെ അത് കുറച്ചും കൂടെ മുറുക്കി കെട്ടിയെന്നാ പറയുന്നത്. ഏതായാലും മനഃപൂർവ്വം അഴിച്ചു വെച്ചെന്ന് എല്ലാവരും പറയുന്നത്. ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാലോ. അവരുടെയൊക്കെ നന്മ നമ്മുടെ വീട്ടിലെ പലർക്കും മനസ്സിലാവുന്നില്ല, അതാ സത്യം. ചില നേരത്തെ ഏട്ടനും അത് മനസ്സിലാവുന്നില്ല. ഏതായാലും ഞാൻ പോവുക എന്ന് പറഞ്ഞ് നമ്മുടെ അനി അങ്ങ് മാറിപ്പോയിട്ടോ. ഈ സമയത്ത് ഹോസ്പിറ്റൽ കാണിക്കാൻ കേട്ടോ, നമ്മുടെ കനകയും ഗോവിന്ദനും ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴത്തേക്കും മൂർത്തി സാർ വരികയാണ്. അപ്പൊ മൂർത്തി സാർ വരുമ്പോഴത്തേക്കും സാറേ എന്ന് വിളിച്ചു. അതെന്താ നിങ്ങൾ കല്യാണ മണ്ഡപത്തിൽ പോകാതെ ഇവിടെ നിൽക്കുന്നത്? കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, ഇവിടെ ആരാ കിടക്കുന്നത്? അത് നന്ദുമോള്. മോക്കെന്താ പറ്റിയത്? മോക്കെന്ത് പറ്റി? അത് പിന്നെ മോള് ഒന്ന് തലചുറ്റി വീണു സാറേ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കല്യാണ സ്ഥലത്ത് വെച്ചോ? അത് പിന്നെ കല്യാണ സ്ഥലത്ത് വെച്ചോ ആണോ എന്ന് ചോദിച്ചാല് എന്തോ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോയപ്പോഴാണ് അവള് തലചുറ്റി വീണത്. ഞങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. നയനമോളാ ഇവിടെ കൊണ്ടെത്തിച്ചത്. നന്ദുവിന്റെ കൂട്ടുകാരെല്ലാവരും കൂടിയാ വന്നത്. കൂടെ നയനമോളും ആദർശൊക്കെ ഉണ്ടായിരുന്നു. ഓഹോ, അത് ശരി. അല്ല, പിന്നെ എന്തിനാ ICUയിൽ കയറ്റിയത്? അത്രയ്ക്ക് കൂടുതലാണോ? ശ്വാസം കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു സാറേ, അതുകൊണ്ടാ ICUയിൽ കയറ്റിയത്. ഓഹോ, അങ്ങനെയാണല്ലേ. ഞാൻ ഇന്ന് ICUയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. വല്ലാത്തൊരസ്വസ്ഥതയുണ്ട് മനസ്സിനും ശാരീരികമായിട്ടും ഒക്കെ. ക്ഷീണമൊക്കെയാ. കല്യാണത്തിന് വരണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ച, പക്ഷെ ഡോക്ടർ സമ്മതിച്ചില്ല. എനിക്കും കുറച്ച് ശ്വാസതടസ്സമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഡോക്ടർ വിട്ടില്ല. അല്ല, താലികെട്ട് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്? അതെ സാറേ, താലികെട്ട് കഴിച്ചിട്ടാ വന്നത്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആദർശ നയനിയോ വന്നത്. അവര് തിരിച്ചെത്തിയ ശേഷമാണ് ഞങ്ങള് ഈ വിവരം അറിഞ്ഞത്. എന്നിട്ട് അവരെന്നെ വന്ന് കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതിപ്പോ സാറ് വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും സാറിനെ വന്ന് കാണാത്തത്. എങ്കിലും അനിയുടെ വിവരം ഞാൻ അറിയണ്ടേ? അതും പ്രത്യേകിച്ച് ഇവിടെ കിടക്കുമ്പം. എന്തായിരിക്കും അവർ കാണാതെ പോയത്? എനിക്ക് ഒരു അസുഖം വന്നു എന്ന് കരുതി എന്നോട് പലതും പറയാറില്ല ഇപ്പം വീട്ടുകാരൊന്നും. കല്യാണമൊക്കെ നല്ല ഗംഭീരമായിട്ടാ സാറേ നടന്നത്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കല്യാണം നടക്കുന്നത് വരെ എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. അതാ എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. ഹേയ്, ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ, അനി സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പം ഏതായാലും കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, വന്നിട്ട് ഡോക്ടറിനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു സാറേ. ഒന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. നയനമോളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ അനാമികയുടെ അച്ഛന്റെ അമ്മേനെയാണ്. അങ്ങനെ അച്ഛൻ പറയും, അതെ മോളെ പറഞ്ഞല്ലോ, എല്ലാം മംഗളമായിട്ട് നടന്ന സ്ഥിതിക്ക് ഇനി പടിപടിയായിട്ട് മോള് വേണം അച്ഛന്റെ കടങ്ങളൊക്കെ തീർത്തു തരാന്. എവിടെയെങ്കിലും ഒരു 10-15 സെന്റ് സ്ഥലം വാങ്ങി ഒരു നല്ല വീട് വെക്കണം. അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. കടത്തില് മുങ്ങിപ്പോയില്ലേ, അപ്പൊ നമ്മളെ പരിഹസിച്ചില്ലേ, അവരുടെ മുമ്പിൽ നമുക്ക് തല ഉയർത്തി ജീവിക്കണം. മോൾക്ക് അറിയാലോ, അസൂയക്കാരെ പലരെയും ഒഴിവാക്കിയിട്ടാ നമ്മൾ ഈ കല്യാണം നടത്തിയത്. നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മുടെ കൂടെ നിന്നവര് മാത്രമേ നമ്മൾ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നു. അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതയെക്കുറിച്ചായിരിക്കും പയ്യനോടും പയ്യന്റെ ബന്ധുക്കളോടും ഒക്കെ പറയുന്നത്. അത് വലിയ പ്രശ്നവും ആകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ജാനകിയും നമ്മുടെ ദേവയാനിയും വന്നു. അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, ദേ മിണ്ടാതിരിക്കുന്നേ, അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ കണ്ട ഉടനെ തന്നെ, ഇതാര്, ദേവയാനിയോ? വരൂ. അല്ല, ഇതാരാ കയറി വരുന്നത്? എന്റെ മകളുടെ അമ്മായിയമ്മയോ? അയ്യോ, അമ്മായിയമ്മയല്ലാട്ടോ, എന്റെ മകള് തന്നെയാ. അതെ, ഇന്നു മുതല് ഇവള് അനന്തപുരിയിലെ കുട്ടിയാ. ഇന്നു മുതല് ഇവളെന്റെ മരുമകളല്ല, മകളാ. പിന്നെ നിങ്ങൾക്ക് മോളെ പിരിയാൻ വിഷമമൊക്കെ കാണുമെങ്കിലേ
ഇനി കുറച്ചു ദിവസം അവിടെ നിൽക്കുക. അത് ശരിയല്ലല്ലോ. അതെങ്ങനെയാ ശരി? അതെ, നാട്ടു നടപ്പൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ആരാ അതൊക്കെ നോക്കണത്? അങ്ങനെ ആരും നോക്കാറൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് വന്നോളൂ. ഒറ്റ മോളല്ലേ, വിട്ടുപിരിയുമ്പം അച്ഛനും അമ്മയ്ക്കും വലിയ സങ്കടം ഉണ്ടാകും. അത് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരല്ലേ. നമ്മളുടെ മക്കളുടെ വിവാഹ ജീവിതത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും ഓരോരോ സങ്കല്പങ്ങളായിരിക്കും. ഇവിടെ അനന്തപുരി തറവാടിന്റെ അന്തസ്സിനനുസരിച്ച് കയറി വരാൻ പോകുന്ന മരുമകള് മോള് തന്നെ ആയിരിക്കും. ആ ഒരു സ്നേഹം എല്ലാ ഭാഗത്തു നിന്നും മോൾക്ക് ഉണ്ടാകും. അപ്പൊ രേവതി പറഞ്ഞു, അതൊക്കെ അറിയാം, എങ്കിലും യാത്ര പറയുമ്പം ചങ്ക് നിലയ്ക്കുന്ന പോലെ ഒരു തോന്നല, ഒരു വേദനയാ. ദേ, നീ ഓരോന്ന് പറഞ്ഞു മോളെ കരയിക്കാതെ രേവതി, നീ മിണ്ടാതിരുന്നേ എന്ന് നമ്മുടെ വേണു. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, ഇറങ്ങാൻ സമയമായി, പോകണ്ടേ, മുഹൂർത്ത സമയത്ത് വീട്ടിലെത്തണം. അതെ, ഇന്ന് മോളെ ഞങ്ങൾ കൈ പിടിച്ച് കയറ്റുന്നത് നിറഞ്ഞ മനസ്സോട് കൂടി തന്നെയാ. എന്നാ അവളുണ്ടല്ലോ എന്റെ മരുമകള്, ഹോ, ആ മൂദേവിനെ കൈപിടിച്ച് കയറ്റിയത് മുതൽ തുടങ്ങിയത് ആ മരണവീട് പോലത്തെ വീടാകാന്. അന്ന് ആ വീടിന്റെ വെളിച്ചവും സമാധാനവും വെട്ടവും ഒക്കെ നശിച്ചതാ. പക്ഷേ ഇനിയാണ് ആ പ്രകാശം ഇരട്ടിയാകാൻ പോകുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക നിന്നങ്ങ് ചിരിക്കാണ് കേട്ടോ. ഇനി വെളിച്ചമല്ല വരാൻ പോകുന്നത്, അന്ധകാരമാണെന്ന് അറിയില്ലല്ലോ നമ്മുടെ ദേവയാനിക്കും അതുപോലെ ജാനകിക്കൊന്നും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ് കേട്ടോ. അപ്പൊ മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ കിടക്കാണ്. അങ്ങനെ ഡോക്ടറിനോട് ചോദിക്കുക, അല്ല ഡോക്ടറെ എങ്ങനെയുണ്ട്? എനിക്ക് ഇനിയും വീട്ടിൽ പോകാൻ പറ്റില്ല ഡോക്ടറെ. പെട്ടെന്ന് രോഗം മാറണമെങ്കിൽ എന്റെ പൊന്നു സാറേ, സാർ ഇവിടെ കിടക്കണം. അല്ല, അപ്പുറം ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ നന്ദു, ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഹേയ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ദേ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാവക്കുട്ടിയാ, പാവക്കൂട്ടരാ. ഞാൻ ജീവിതത്തിന്റെ അവസാനം വരെയൊക്കെ എത്തിയതാ. പക്ഷെ അവരൊക്കെ ജീവിതം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാല് ഡോക്ടറിന്റെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം ആ കുട്ടിക്ക്. എന്റെ ശ്രദ്ധയുണ്ട് സാറേ. ഇവിടെ കൊണ്ടുവന്നപ്പം ക്രിട്ടിക്കലായിരുന്നു, പിന്നെ ഇപ്പൊ പഴയ രീതിയിലായി. നാളെ തന്നെ അവർക്ക് വീട്ടിൽ പോകാൻ പറ്റുമായിരിക്കും. എനിക്ക് കിടക്കേണ്ടി വരുന്നതല്ലേ എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. സാറിനെ ഉടനെ തന്നെ അങ്ങ് വിട്ടേക്കാം, സാറ് പേടിക്കണ്ട. ഈ മരുന്നും ഇഞ്ചക്ഷനൊന്നും സഹിക്കാൻ വയ്യ ഡോക്ടറെ. അതിൻ്റെ കൂടെ കിടപ്പിലായ വീട്ടിലുള്ളവർക്കും അതൊരു പ്രശ്നമാവില്ലേ? അങ്ങനെ ഒരു വീടല്ലല്ലോ സാറിന്റെ വീട്. അതൊക്കെ ശരിയാ. എൻ്റെ മക്കളും കൊച്ചുമക്കളൊക്കെ എന്നെ ജീവനായിട്ട് കരുതുന്നവരൊക്കെ തന്നെയാ. എങ്കിലും അവരുടെ സങ്കടവും സഹതാപവും ഒക്കെ കിടപ്പിലാകുന്നവർക്ക് വലിയ വിഷമാവില്ലേ? അങ്ങനെ ഒന്നും ഉണ്ടാവരുതേ എന്ന എൻ്റെ പ്രാർത്ഥന. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് സാറ് റെസ്റ്റ് എടുക്കാത്തതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. റെസ്റ്റ് വേണം, റെസ്റ്റ്. ഇപ്പം സാറ് പഴയ പോലെയല്ല. അങ്ങനെ ഒരു വിചാരം മനസ്സിന് വേണ്ട. അതെ, എനിക്ക് നടക്കാൻ കഴിയുന്നിടത്തോളം കാലം എനിക്ക് തന്നെ നടക്കണം. പരസഹായമില്ലാതെ നടക്കുന്നതിന്റെ ആ ഒരു സുഖമുണ്ടല്ലോ, അതാ സാഹചര്യം വരുമ്പോഴേ അനുഭവിച്ചറിയുകയുള്ളൂ. അതൊരു സുഖം തന്നെയാ. പുതിയൊരു മരുമോളും കൂടെ വീട്ടിൽ വന്നു കഴിഞ്ഞു. ഇനിയിപ്പം വീടിന്റെ പഴയ പ്രൗഢിയൊക്കെ നിലനിൽക്കുമെന്നൊന്നും അറിയില്ല. എല്ലാം ശരിയാവും സാറേ. സാറ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ചു വരും. ഞങ്ങളെല്ലാ മെഡിക്കൽ ടീമുകാരും ആ അഭിപ്രായത്തോടെ ഉറച്ചു നിൽക്കുന്നവർ തന്നെയാ. എങ്കിൽ പിന്നെ സാർ ഇവിടെ വിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ അങ്ങ് പോവാണ്. ഇതേസമയം വീണ്ടും നമ്മുടെ നന്ദുവിനെ കാണിക്കാണ്. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നന്ദു ഓരോ കാര്യങ്ങളും വീണ്ടും ഇങ്ങനെ ചിന്തിക്കാണ് കേട്ടോ. നമ്മുടെ അനിയെക്കുറിച്ച്, ബൈക്കിൽ പോകുന്നതൊക്കെ. അപ്പൊ അതൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.